ألا إن أولياء الله لا خوف عليهم ولا هم يحزنون قال الله عز وجل. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ അവൻ്റെ ഔലിയാക്കളെക്കുറിച്ച് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. എന്നാലും അമ്പിയാക്കൾക്ക് മേലെയോ അല്ലെങ്കിൽ ശുഹദാക്കൾക്ക് മേലെയോ അല്ല ഔലിയാക്കളും ആരിഫീങ്ങളുമൊക്കെ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ളവരാണ്. അവരെന്നും ഭൂമിയിൽ ജീവിച്ചിരിപ്പും ഉണ്ട്. അനന്തമായ ഔലിയ ശൃംഖം തന്നെ ഈ പ്രപഞ്ചത്തിലുണ്ട്. മനുഷ്യൻ വസിക്കുന്നിടത്തും മനുഷ്യനില്ലാത്തടത്തും മനുഷ്യവാസമില്ലാത്ത സ്ഥലങ്ങളിലും ഔലിയാക്കളുണ്ട് എന്ന് വെച്ച് ഇന്ന് മീഡിയയിൽ ഒരു സുന്ദരഭ്രാന്തൻ പറഞ്ഞതുപോലെ പറയരുത്. അവൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? മീഡിയയിൽ വന്നിരുന്നിട്ട് പല പാട്ടുകളും ഇങ്ങനെ പാടുകയാണ്. എൻ്റെ മടവൂരേ ബദിരീങ്ങൾക്ക് മേലെയാണ് മടവൂരേ എന്നൊക്കെ. മടവൂരിനെ ബദരീങ്ങളെ കാണുന്നതിന്, ബദരീങ്ങളെ വിളിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ബദരീങ്ങളെക്ക് പകരം ആര് മതി? മടവൂര് മതി എന്ന് ആ ഭ്രാന്തൻ, സുന്ദരഭ്രാന്തൻ പറയുന്നു. എന്തൊരു ഭ്രാന്താണിത്! ഒന്നുമല്ല, നമ്മൾ ആര് കുറ്റം പറഞ്ഞാലും വേണ്ടിയില്ല, അവനക്ക് എന്താ വേണ്ടതെന്നറിയോ? സബ്സ്ക്രൈബ്സും അതുപോലെ വ്യൂസും ഷെയറും ഒക്കെ വേണ്ടത്. അപ്പോൾ അത് പിന്നെ കമൻസുകൾ അതിങ്ങനെ നല്ല കമൻസും ആകാത്ത കമൻസും അങ്ങനെ വേണം. എന്നാലേ ഈ ചാനലിൽ പൈസ കിട്ടുള്ളൂ, ചാനൽ ആൾക്കാർ കാണുള്ളൂ. അതാണ് വിഷയം. അതിനു വേണ്ടി അവൻ വിശ്വാസത്തെ വിൽക്കുന്നു. അല്ലെങ്കിൽ അവൻ്റെ വിശ്വാസം ശരിയല്ല എന്ന് വേണം പറയാൻ. ഇവിടെ വിശ്വാസം ശരിയുള്ളവരും ശരിയില്ലാത്തവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ. ഔലിയാക്കളുടെ ചരിത്രം പറയുമ്പോൾ നമുക്ക് ഈ കരിയങ്കാട്ടുകാവിലൊരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഒരു അമ്മക്കുട്ടി മരണമടഞ്ഞു, പാമ്പ് കടിയേറ്റ് മരണമടഞ്ഞു. ആളുകൾ മരിച്ച വീട്ടിലേക്ക് ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുക പലരും. അന്നൊക്കെ നടന്നുള്ള പോക്ക്. വഴിയിൽ ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്, ഈ പോകുന്ന വഴിയിൽ കേട്ടോ. അയാൾ എന്തൊക്കെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ചിലർ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ പറയുന്നത് അയാൾ? ആ ജീവനുള്ള ആളെ കുഴിച്ചിടാൻ കൊണ്ടുപോകുന്നു. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരെ കാണുമ്പോഴും അങ്ങോട്ട് പോകുന്ന ഓരോരുത്തർ നടന്നു പോകുമ്പോഴും അവരൊക്കെ കാണുമ്പോൾ പറയും ജീവനുള്ളവരെ കുഴിച്ചിടാൻ പോവുകയാണ്. ഇതിങ്ങനെ പറയുന്നുണ്ട് അയാൾ കേട്ടോ. ഇവരാണെങ്കിൽ ഈ മരണ വീട്ടിലുള്ളവർ പല വൈദ്യന്മാരെയും കൊണ്ടുവന്നു, പലരെയും സമീപിച്ചു. എല്ലാവരും വന്നിട്ട് ആർക്കും ഒരു പിടുത്തവും കിട്ടിയില്ല. ഈ കുട്ടി മരിച്ചു എന്ന് തന്നെയാണ് അവരൊക്കെ വിധി എഴുതിയത്. അങ്ങനെ ശവസംസ്കാരത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയി. പുടവ വസ്ത്രങ്ങളൊക്കെ എത്തി. പിന്നെ കുയ്യികളൊക്കെ എടുത്തു. കുയ്യ് കളക്കലൊക്കെ കഴിഞ്ഞു. കുയ്യുണ്ടാക്കലൊക്കെ കഴിഞ്ഞു. അങ്ങനെ സംസ്കാരത്തിനുള്ള സ്ഥിതിയിലേക്ക് ഒക്കെ എത്തി. ആ സമയത്ത് അവിടെ കൂടിയവരിൽ നിന്ന് ചിലർ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വഴിയിലിരിക്കുന്നുണ്ട്, ജീവനോടെ കുഴിച്ചിടാൻ കൊണ്ടുപോവുകയാണോ എന്നിങ്ങനെ പറയുന്നുണ്ട്. മാത്രമല്ല അത് ഒരാളെ കാണുമ്പോഴൊക്കെ പറയുന്നുണ്ട്. അതുവഴി നടന്നു പോകുന്നവരൊക്കെ കാണുമ്പോൾ പറയുന്നുണ്ട് അയാൾ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നറിയില്ല. ഇത് കേട്ട ചിലരൊക്കെ പറഞ്ഞു, അത് അയാൾ ഒരു മാനസികമായിട്ട് സുഖമില്ലാത്ത ആളാണ്, ഇടയ്ക്കൊക്കെ അവിടെ കാണലുണ്ട്, അവിടെ ഇങ്ങനെ അയാൾ ഇരിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ചിലർ ചോദിച്ചു, അതായിക്കോട്ടെ, അയാളെന്നാലും ഈ വാക്ക് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതാരും കേട്ടിട്ടില്ല. അപ്പോഴാണ് അവർക്കൊരു സംശയം, എന്താ അയാൾ അങ്ങനെ പറയാൻ? നമ്മളെ കുട്ടിക്കൊരു പാമ്പ് കടിയേറ്റു, സത്യം തന്നെയാണ്. പക്ഷേ ഇവിടെ വന്ന വൈദ്യന്മാർ പ്രഗത്ഭന്മാരായ
വൈദ്യന്മാരൊക്കെ വന്നിട്ടും അവർക്കൊന്നും പിടുത്തം കിട്ടിയിട്ടില്ല. കുട്ടി മരിച്ചു എന്ന് തന്നെയാണ് അവരൊക്കെ വിധി എഴുതിക്കുന്നത്. ഇനി നമ്മൾ എന്തിനാ ഒരു സുഖമില്ലാത്ത ആളെ കൊണ്ട് പരീക്ഷണം നടത്തുന്നത്? അപ്പം ചിലർ പറഞ്ഞു, കുന്തം പോയാൽ കുടത്തിലും തപ്പണം എന്ന് വെച്ചാൽ കുടത്തിൽ കൊള്ളാത്ത സാധനമാണ് ഈ കുന്തം എന്ന് പറയുന്നത്. വടിയാണല്ലോ അത്. കുടം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പാത്രമാണല്ലോ, അതിൽ കൊള്ളുകയില്ല. എന്നാലും അതിലും തപ്പി നോക്കണം അതിലുണ്ടോയെന്ന്. വല്ല മാന്ത്രികമായിട്ട് അതിൽ ചുരുണ്ടുമൂടി ആരെങ്കിലും ആ കുന്തത്തിനെ ചുരുട്ടാൻ കഴിയുന്ന ജാലവിദ്യക്കാരൊക്കെ ഉണ്ടല്ലോ, ആരെങ്കിലും അതിൽ ചുരുട്ടി വെച്ചിക്കണമെങ്കിലോ. ഏതായാലും തപ്പണം എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ചിലർക്കൊക്കെ തോന്നി, ഏതായാലും ഈ കുട്ടിയുടേത് കഴിഞ്ഞു, എന്നാലും വേണ്ടിയില്ല, കുട്ടിക്ക് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അയാളെ സമീപിച്ചു. അയാളെ വിളിച്ചു കൊണ്ടുവന്നു, വീട്ടിലേക്ക് അയാളെ വിളിച്ചു കൊണ്ടുവന്നു. അയാൾ വന്നിരുന്നു, ആ ജഡത്തിൻ്റെ അരികിലിരുന്നു. എന്നിട്ട് പറഞ്ഞു, കുറച്ച് കഞ്ഞി തിളപ്പിക്കൂന്ന്. വീട്ടുകാരോട് വേഗം കഞ്ഞി തിളപ്പിക്കൂ, ചെറിയരിക്കഞ്ഞി വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയരിക്കഞ്ഞിക്ക് അടുപ്പിലേക്ക് വെള്ളം വെച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ജഡത്തിൻ്റെ അരികിൽ നിന്ന് ഒരു കൂട്ടം ഉറുമ്പ് പുറപ്പെട്ടു. പുറപ്പെട്ട ഉറുമ്പ് വരിയായിട്ടാണ് പോകുന്നത്. അതങ്ങനെ പോയി. അപ്പോൾ ആളുകൾ, അദ്ദേഹവും ആ ഉറുമ്പുകളെ നോക്കി, ആളുകളും നോക്കി. അവരെ ഒന്നും കാട്ടരുത് എന്ന് ആളുകളോട് പറഞ്ഞു. അതങ്ങനെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ചില ആളുകളൊക്കെ അത് പോയ നേരെ അങ്ങനെ നോക്കിയിട്ടോ, ആ ഉറുമ്പ് പോകുന്നതിന് നേരെ നോക്കി. ഉറുമ്പ് അങ്ങനെ പോയിട്ടൊരു മരക്കുടിലേക്കാണ് പോയത്. അവിടെ ചിലർ ചെന്ന് ശ്രദ്ധിച്ചപ്പോൾ ആ മരക്കുടിൽ ആ പാമ്പ് ചുരുണ്ട് കിടക്കുന്നുണ്ട്, ചുരുണ്ട് കിടക്കുന്നുണ്ട്. മരത്തുമ്മ ചുരുണ്ട് കിടക്കുക മൂപ്പരിങ്ങനെ. ഉറുമ്പ് നേരെ ചെന്ന് പാമ്പിൻ്റെ ശരീരത്തിലേക്ക് കയറി കടിക്കാൻ തുടങ്ങി. പാമ്പിന് സ്വൈരല്ല, പാമ്പ് പൊളയാൻ തുടങ്ങി. ഉറുമ്പ് പാമ്പിനേക്കാൾ ചെറുതാണ് ഉറുമ്പ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉറുമ്പിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പാമ്പിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതിവിടുത്തെ ആനനെ കൊണ്ടും ചെയ്യാൻ പറ്റില്ല. ഏതൊരു വലിയ മൃഗത്തെ കൊണ്ടും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ്. അതാണ് അള്ളാഹുവിൻ്റെ അജായിബ്, അവൻ്റെ സൃഷ്ടി വൈഭവങ്ങൾ. അതാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങൾ. എപ്പോഴും നമ്മൾ ആലോചിക്കണം. ഓരോന്ന് കാണുമ്പോഴും അതിലൊക്കെ അതാണ് കാണുന്നതിലെല്ലാം അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നത്. ഓരോന്ന് കാണുമ്പോഴും അത് അള്ളാഹുവിൻ്റെ അജായിബാണ്. എന്താണ് അതിലുള്ള അജായിബ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. കടിയേറ്റ പാമ്പ്, ഉറുമ്പിൻ്റെ കടിയേറ്റ പാമ്പ് സഹികെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അങ്ങനെ വരുന്നത് എവിടുക്കാണെന്നറിയോ? നേരെ വരുന്നത് ഈ കുട്ടിയുടെ അടുത്തേക്കാണ്. ഈ മരിച്ച് കിടക്കുന്ന ജഡത്തിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. വന്നവിടെ നിന്നു, വന്നിങ്ങനെ ഉയർത്തി നിന്ന്, തല ഉയർത്തി ഇങ്ങനെ നിന്നു. അപ്പോൾ അടുത്തിരിക്കുന്ന ഈ ഭ്രാന്തൻ എന്ന് പറയുന്ന ആ മഹാൻ ചോദിച്ചു, നിനക്ക് ജീവനോടെ തിരിച്ചു പോണോ അതോ എന്ത് വേണം എന്ന് ചോദിച്ചു. 2-3 പ്രാവശ്യം ചോദിച്ചപ്പോൾ പാമ്പ് ആ കുട്ടിയെ ഒരൊറ്റ കൊത്തങ്ങ് കൊടുത്തു. ഒരൊറ്റ കൊത്ത്. ഉടനെ തന്നെ ആ കുട്ടി അവിടെ നിന്ന് എണീറ്റു. അതായത് കടിച്ച പാമ്പ് തന്നെ തിരിച്ച് കടിച്ചാൽ വിഷമിറങ്ങുമെന്ന് വൈദ്യശാസ്ത്രം ഏത് കാലത്തും വിശ്വസിക്കുന്നതാണ്, അനുഭവങ്ങളുമാണ്. പെട്ടെന്ന് ഇങ്ങോട്ട് എണീച്ചിട്ട് പറഞ്ഞു, മാപ്പിള അയത്താക്കിന്ന്. അയത്തായിട്ടൊന്നുമില്ല. ഉടനെ തന്നെ കഞ്ഞി കൊണ്ടുവരാൻ പറഞ്ഞു. കുട്ടിക്ക് കഞ്ഞി കൊടുത്തു. ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇവിടെ എന്തേ ഉണ്ടായത്? ഇവിടെ മരിച്ച ഒരാളെ ജീവിപ്പിച്ചു, അയാൾ തന്നെ മഹാൻ, അയാൾ തന്നെ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? എന്നൊന്നും പറയാൻ പറ്റില്ല. എന്താണ്? അള്ളാഹു മനുഷ്യൻ ഓരോരോ അജായിബുകൾ കാണിച്ചു തരികയാണ്. അത് മനുഷ്യനിലൂടെ കാണിക്കുകയാണ്. അതിനെ മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയണം എന്നല്ലാതെ. അതുകൊണ്ടാണ് പഴയ കാലഘട്ടങ്ങളിൽ ഫോട്ടോ എടുക്കൽ വരെ നിരോധിക്കപ്പെട്ടത്. എന്തുകൊണ്ട്? വ്യക്തി ആരാധന ഇസ്ലാം അനുവദിക്കുന്നില്ല. എല്ലാ അജായിബുകളും എല്ലാ കഴിവുകളും അള്ളാഹു നൽകുന്നതാണ് എന്ന് ഒരു ഈമാനുള്ള മനുഷ്യൻ വിശ്വസിക്കും. മറ്റോൻ പറയും അത് അയാളെ കഴിവാണ് എന്ന് പറയും. അങ്ങനെ പറയാൻ പറ്റില്ല. ഔലിയാക്കൾക്ക് ഒരുപാട് കറാമത്തുകളുണ്ട്, ഒരുപാട് നിരവധി
നമ്മൾ അറിയപ്പെടുന്ന പൂക്കോയത്തങ്ങളുടെ വീട്ടിലേക്ക് ഒരു സ്ത്രീയുമായിട്ട് കടന്നു വന്നു ഒരു കുടുംബം. എന്താണ്, സ്ത്രീയുടെ ശരീരത്തിൽ ചേര ചുറ്റിക്കെടുക്കുകയാണ്. ചേരനെ ഇറക്കാൻ യാതൊരു പാകവുമില്ല, അതിങ്ങനെ വരിഞ്ഞ് ചുറ്റിക്കെടുക്കുക. പൂക്കോയത്തങ്ങൾ എന്താ പറഞ്ഞത്? ഉടനെ തന്നെ പൂക്കോയത്തങ്ങൾ വിളിച്ചപ്പോൾ ഈ ചേരയെ ഇവനെ രക്ഷിക്കാൻ ആരുമില്ല, എന്തോ ഒന്ന് പറഞ്ഞു. ഏതായാലും ഉടനെ തന്നെ 2 കീരികൾ എവിടെ നിന്നോ വന്നു. ആ കുട്ടി സ്ത്രീയുടെ ശരീരത്തിലേക്ക് അങ്ങോട്ട് കയറി ആ ചേരയെ വെട്ടി കഷ്ണം നുറുക്കാക്കി അവർ തിരിച്ചു പോവുകയും ചെയ്തു. ഇതൊക്കെ അജായിബുകൾ എന്ന് വെച്ചാൽ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക്, ദിക്ർ ചെല്ലുന്ന നാവുകൾക്ക് ഫലമുണ്ട്. അതിന് അതിൻ്റേതായ ഒരു ഗുണം അള്ളാഹു തആല കൊടുക്കും. ആ ഗുണങ്ങളാണത്, ആ നിയമത്തുകളാണത്. ഏതായാലും നമ്മൾ എന്തെങ്കിലും കേട്ട് എന്തിൻ്റെയെങ്കിലും വഴിയെ പോവരുത്. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം അത് നമുക്ക് വേണം. അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലൽ അത് എപ്പോഴും ചൊല്ലണം. തസ്ബീഹ് മുടങ്ങാൻ പാടില്ല. ഓരോ ദിവസവും 2 നേരം തസ്ബീഹ് രാവിലെയും വൈകുന്നേരവും ചൊല്ലണം. അത് നിർബന്ധമാണ്. മനസ്സുകൊണ്ട് ചൊല്ലിയാൽ മതി. നമ്മൾ വെറുതെ ഇരിക്കുമല്ലോ, ഫോണിലൊക്കെ കളിക്കുന്ന സമയമുണ്ടല്ലോ, അതിനൊക്കെ ഒന്ന് ചിലവഴിച്ചാൽ മതി. അതിനോളം പുണ്യം ഒന്നിനും വരില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് തിരിച്ചറിവ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.